അപ്പോൾ ഈ മഴയും മഴക്കെടുതിയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ മഴക്കെടുതി അല്ലെങ്കിൽ ആ മഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപകടം, അതിലേക്ക് അപകടമല്ല, ഒരു വാഹനം അത് റോഡിന്റെ കുഴിയിൽ വീണുപോയി. കൊച്ചി പനമ്പള്ളി നഗറിലാണ് റോഡിലെ കുഴിയിൽ കാറ് താഴ്ന്നു പോയത്. ജലജീവൻ മിഷനായുള്ള പണിയുടെ ഭാഗമായി കഴിഞ്ഞ 1.5 വർഷമായിട്ട് തകർന്നു കിടക്കുന്ന റോഡിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഉണ്ട്. സഹിൻ, ഈ വാഹനം ഇപ്പോൾ പുറത്ത് കയറ്റിയിട്ടുണ്ടോ? വാഹനം ഈ കുഴിയിൽ താഴ്ന്നു കിടക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം, ഇത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആ കുഴി അവിടെ ഉണ്ടല്ലേ? കുഴിയല്ല സേതു, ഇത് ഞാൻ സ്ഥിരം നമ്മളുടെ ബ്യൂറോയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണിത്. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി ഈ റോഡ് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ കോൺക്രീറ്റ് അല്ല, ഇതുപോലെ മെറ്റിലിടും. ആ മെറ്റില് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പോകും. ഇവിടുത്തെ ഈ വഴി യാത്ര എന്ന് പറയുന്നത് ദുസ്സഹമായിട്ടുള്ളൊരു യാത്രയാണ്. നിരവധി പരാതികൾ ഈ പ്രദേശവാസികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതിയൊന്നും ആരും ഇതുവരെ വകവച്ചിട്ടില്ല. അത് ആ ഒരു കാറ് സംബന്ധിച്ചിടത്തോളം ഒരു വാഹനമൊക്കെ മേടിക്കുന്നത് ആറ്റുനോറ്റ് മേടിക്കുന്ന വാഹനമാണ്. അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗമാണല്ലോ വാഹനം എന്ന് പറയുന്നത്. ആ വാഹനം ഈ നിരത്തിലൂടെ ഇറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ അധികാരികൾ, പ്രത്യേകിച്ചും ഈ എന്താ പറയുന്നത്, ഒരു റോഡ്, നല്ലൊരു റോഡ് കണ്ടാൽ കുത്തിപ്പൊളിക്കണമെന്നുള്ളത് നമ്മളുടെ വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്വഭാവമാണ്. അത് കാലങ്ങളായത് അങ്ങനെയാണ്. ഒരു റോഡ് പുതുതായി പണിത് വാട്ടർ അതോറിറ്റി വന്ന് കുത്തിപ്പൊളിക്കും, പിന്നെ 1.5 വർഷം അത് അങ്ങനെ അങ്ങോട്ട് ഇടും. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കാണുന്ന റോഡ് 1.5 വർഷമായി ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും പോകുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മൾ നിരവധി തവണ ഇത് വാർത്തയും ചെയ്തിട്ടുണ്ട് സേതു. ഒരു ദിവസം മുഴുവൻ നമ്മൾ മാരത്തോൺ ചെയ്ത ഒരു റോഡ് കൂടിയാണിത്. പക്ഷേ അധികാരികൾ അവരുടെ ചെവി എപ്പോഴും അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ പ്രദേശത്തെ കൗൺസിലറുണ്ട്. ചേട്ടാ, ഇടക്കിടക്ക് ഞാൻ പരാതിയൊക്കെ പറയാറുണ്ട്, ഇത് കേൾക്കാറുമുണ്ട്. പക്ഷെ ഇതൊന്നും പരാതി ചെല്ലാറില്ല അങ്ങോട്ടൊന്നും. ഞാൻ കൗൺസിലറല്ല, മുൻ കൗൺസിലറാണ്. പിന്നെ ഇത് BM&BC നിലവാരത്തിൽ ടാർ ചെയ്ത് സൈഡ് ലൈനൊക്കെ മാർക്ക് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിരുന്ന റോഡാണ്. ജൽജീവൻ മിഷൻ്റെ പൈപ്പിടുന്നതുമായി ബന്ധപ്പെട്ടാണ് കുത്തിപ്പൊളിച്ചത്. മറ്റു റോഡുകളിലൊക്കെ ചെയ്തതുപോലെ തന്നെ. അതൊന്നും നമുക്ക് പരാതിയില്ല. പക്ഷെ അതിനുശേഷം 8-9 മാസക്കാലമായിട്ട് ഇതുവരെ റീചാർജ് ചെയ്യാമെന്ന് പറയല്ലാതെ ചെയ്തിട്ടില്ല. ഇതിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പനമ്പള്ളി നഗറിൽ നിന്ന് തേവരയിലേക്കുള്ള ബിഗ് ആക്സസ് ആണിത്. സിറ്റിയിലെ ട്രാഫിക് വരാൻ നേരത്ത് മുഴുവൻ വാഹനങ്ങളും പോകുന്ന റോഡാണിത്. 8-9 മാസക്കാലമായിട്ട് ആളുകൾ ആകെ ബുദ്ധിമുട്ടി. ഒരുപാട് ആക്സിഡൻറ്റുകൾ, 2 വീലറുകൾ ഇഷ്ടം പോലെ ആക്സിഡൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ ഇന്നലെ പരാതി പറഞ്ഞിട്ടും പല സ്ഥലത്തും ആവശ്യപ്പെട്ടിട്ടും ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇന്നലെ പച്ചപ്പാതിലാക്ക് കോരിച്ചൊരിയണ മഴയത്ത് JCBയും കുറേ മെറ്റലും ഒക്കെ ആയിട്ട്, ആരാണെന്നറിയാം, വാട്ടർ അതോറിറ്റി ആണോ കോർപ്പറേഷനാണോ PWD ആണോ ആരാണെന്നൊന്നും ഒരു പിടുത്തമില്ല, വന്ന് ആ അറ്റം തുടങ്ങി ഇങ്ങോട്ട് കുത്തിപ്പൊളിച്ച് ബാക്കിയുള്ളതും കൂടി കുത്തിപ്പൊളിച്ചിട്ട് ഇവിടെ ഒരു കുഴിയുമായി. അപ്പുറത്ത് വേറൊരു വലിയൊരു അഗാധ ഗർത്തമുണ്ട്. ഇന്നലെയും വാഹനങ്ങൾ അത് എല്ലാവരും കടന്നതിന് ശേഷമാണ്, 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പരിസരവാസികൾക്ക് യാതൊരു അറിയിപ്പുമില്ല, റോഡിൽ യാതൊരു ഇൻഡിക്കേഷനും ഇല്ല. ഇരുട്ടായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഈ വാഹനം വന്ന ഒരു ലേഡിയാണ്, ഒരു സ്ത്രീയാണ് വന്ന് വീണിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പിന്നെ കണ്ടിട്ടില്ല, അവർ എവിടെയാണ് താമസിക്കണമെന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ പല 2 വീലറുകാരും വന്നപ്പോൾ പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീണതായിട്ട്. അത് തന്നെയാണ്. ഇത് ഒരു കാറായതുകൊണ്ട് അത്ര വലിയ അപകടം ഉണ്ടായില്ല. പകരം ഇരുചക്ര വാഹനമായിരുന്നു ഒരു മനുഷ്യൻ യാത്ര ചെയ്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ രാത്രിയായി കഴിയുമ്പോൾ വെളിച്ചക്കുറവുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇരുചക്ര വാഹനത്തിലായിരുന്നു ഒരു മനുഷ്യൻ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് വലിയ അപകടം ഉണ്ടായാനെ. ആ മനുഷ്യന് ഒരുപക്ഷെ അയാളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേനെ. നമുക്കറിയാം. ആരെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ അങ്ങോട്ട്? ആരെങ്കിലും വരുമോ? ഈ വാഹനത്തിന്റെ ഉടമ എവിടെ ഉണ്ടോ? സേതു, ഈ വാഹനം ഓടിച്ചത് ഒരു യുവതിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്വാഭാവികമായും രാത്രി ഈ ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതിനെ കുറിച്ച് ആ സ്ത്രീകൾ ആലോചിക്കുകയുള്ളൂ. അത് പുരുഷന്മാരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചും രാത്രിയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുണ്ട ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകാം. ഉദ്യോഗസ്ഥരാരും വന്ന് ഈ കാറ് പൊക്കി കൊടുക്കുമെന്ന് സേതു കരുതുന്നുണ്ടോ? നമ്മുടെ ഉദ്യോഗസ്ഥരാണ്. അവർ ഈ കാറ് വെക്കുന്നത് പോലിട്ട് ഈ റോഡ് നന്നാക്കാനുള്ള സമയമെങ്കിലും അവർ ചെലവഴിച്ചാൽ കൊള്ളാമായിരുന്നു.
ചോദിക്കുകയായിരുന്നു. കാരണം ഇവരൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയുന്നു എന്നല്ലാതെ നാട്ടുകാർക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരുള്ള നാടാണിത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജനം അനുഭവിക്കണം, അവൻ ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ടാക്സ് കൊടുത്ത് റോഡിലേക്ക് ഇറക്കുന്ന കാറാണിത്. ഈ കാറിൻ്റെ ഒരു അവസ്ഥ, ആ റോഡ് കുഴിച്ചിട്ടിട്ട് പോയാൽ അവിടെ ഒരു അപകട സൂചനയെങ്കിലും വെക്കാനുള്ള ഒരു മര്യാദ അതെങ്കിലും കാണിക്കേണ്ടിയിരുന്നു. അതുപോലും കാണിക്കാതെയാണ് ഈ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ വിയർപ്പിൻ്റെ അംശമായിട്ട് ഒരു വാഹനം വാങ്ങുമ്പോൾ ആ വാഹനം എങ്ങനെ നശിപ്പിക്കാം അതിനുവേണ്ടി ടാക്സ് വാങ്ങുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ജനം അനുഭവിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ അവരങ്ങനെയാണ്, ആ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതെങ്കിലും കണ്ട് നാണം തോന്നിയെങ്കിലും ഈ കാറൊന്നും എടുത്തു മാറ്റാനുള്ള ഒരു കനിവുണ്ടാകണം എന്ന് മാത്രമാണ് സേതു പറയാനുള്ളത്. ശരി സഹീൻ, കഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ. കാരണം ആ റോഡിന്റെ സൈഡിൽ നിന്നല്ല, ആ കുഴി കാണുന്ന റോഡിന്റെ നടുക്കായിട്ട് ആ ഒരു കുഴി കാണുന്നത്. നമുക്കറിയുന്ന പോലെ മഴ വരുമ്പോഴത്തേനും വെള്ളം മുഴുവൻ നിറഞ്ഞു നിൽക്കും. എവിടെയാണ് കുഴിയെന്നോ എവിടെയാണോ കരയുന്നെന്നും ഒരു നിശ്ചയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ സഹീൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഈ കാഴ്ചകളെങ്കിലും ഒക്കെ കണ്ടിട്ട് റോഡുകളൊക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കാൻ നമ്മുടെ അധികൃതർക്ക് കഴിയട്ടെ.